നമസ്കാരം. പറഞ്ഞ വാക്ക് പാലിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്തെത്തും. ബി.ജെ.പിയുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ വിജയത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തിരുവനന്തപുരത്ത്. വിമാനത്താവളത്തിൽ നിന്ന് പുത്തരിക്കണ്ടം മൈതാനത്തേക്ക് റോഡ് ഷോ നടക്കും. വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഉദ്ഘാടനവും തിരുവനന്തപുരം നഗരത്തിന്റെ വികസന രേഖയും പ്രഖ്യാപിക്കും. അതിവേഗ റെയിൽപാതയും പ്രധാനമന്ത്രി പ്രഖ്യാപിക്കാൻ സാധ്യത. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്തെത്തുമ്പോൾ വിവിധ പദ്ധതികൾ നാടിന് സമർപ്പിക്കാൻ സാധ്യതയുണ്ട്. പുത്തരിക്കണ്ടം മൈതാനത്ത് നടക്കുന്ന പരിപാടിയിൽ വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഉദ്ഘാടനവും തിരുവനന്തപുരം നഗരത്തിന്റെ വികസന രേഖയും പ്രഖ്യാപിക്കും. 8ഓളം വരുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത. രാവിലെ വിമാനത്താവളത്തിൽ നിന്നും പുത്തരിക്കണ്ടം മൈതാനത്തേക്കുള്ള മോദിയുടെ യാത്ര വൻ റോഡ് ഷോ ആക്കി മാറ്റാൻ തന്നെയാണ് പാർട്ടിയുടെ തീരുമാനം. ഔദ്യോഗിക വേദിയിൽ അമൃത് ഭാരത് ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫും ഇന്നൊവേഷൻ ടെക്നോളജി ആൻഡ് ഓണർഷിപ്പ് ഹബിന്റെ തകർക്കലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. കേരളത്തിനുള്ള അതിവേഗ റെയിൽപാതയും പ്രധാനമന്ത്രി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. സിൽവർ ലൈനിൽ ബദലായുള്ള ഇ ശ്രീധരന്റെ പദ്ധതിയാണ് പ്രഖ്യാപിക്കുന്നതെന്നാണ് സൂചന. DPR തയ്യാറാക്കുന്ന DMRCക്ക് തന്നെയായിരിക്കും നിർമ്മാണ ചുമതല. ഔദ്യോഗിക ചടങ്ങിന് ശേഷം കോർപ്പറേഷന്റെ വികസന ബ്ലൂ പ്രിന്റ് പ്രകാശനത്തിനായി സമീപത്തെ പാർട്ടി വേദിയിൽ പ്രധാനമന്ത്രി എത്തും. 25,000-ലധികം പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുള്ള പൊതുസമ്മേളനമാണ് BJP സംഘടിപ്പിക്കുന്നത്. കോർപ്പറേഷനിൽ അധികാരത്തിലേറിയാൽ 45 ദിവസത്തിനകം പ്രധാനമന്ത്രിയെ തലസ്ഥാനത്ത് കൊണ്ടുവരുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശംഖുമുഖം എയർപോർട്ട് ഭാഗവും പുത്തരിക്കണ്ടം കിഴക്കേക്കോട്ട ഭാഗവും നാളെയും താൽക്കാലിക റെഡ് സോണായി തുടരും. ഇന്ന് ശംഖുമുഖം എയർപോർട്ട് ഭാഗത്തും പുത്തരിക്കണ്ടം കിഴക്കേക്കോട്ട ഭാഗത്തുമുള്ള 2 കിലോമീറ്റർ ചുറ്റളവിൽ ഡ്രോൺ ക്യാമറകൾ ഉപയോഗിക്കുന്നതും പട്ടം ബലൂണുകൾ എന്നിവ പറത്തുന്നതും ലേസർ ബീം ലൈറ്റുകൾ എന്നിവ ഉപയോഗിക്കുന്നതും നിരോധിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം നഗരത്തിലേക്ക് കടന്നുവരുന്ന എല്ലാ വാഹനങ്ങളും നഗര അതിർത്തിയിൽ കർശന സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. നഗരത്തിൽ വെള്ളി രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 2 വരെ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വെള്ളിയാഴ്ച രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ ഡൊമസ്റ്റിക് എയർപോർട്ട്, ശംഖുമുഖം, ഓൾ സെയിൻസ്, ചാക്ക, പേട്ട, പള്ളിമുക്ക്, പാറ്റൂർ ജനറൽ ആശുപത്രി, ആശാൻ സ്ക്വയർ, രക്തസാക്ഷി മണ്ഡപം, VJT മെയിൻ ഗേറ്റ്, സ്റ്റാച്ചു, പുളിമൂട്, ആയുർവേദ കോളേജ്, ഓവർബ്രിഡ്ജ്, മേലെ പഴവങ്ങാടി, പവർ ഹൗസ് ജംഗ്ഷൻ, ചൂരക്കാട് പാളയം വരെ റോഡിന്റെ ഇരുവശത്തും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല. ശംഖുമുഖം ഡൊമസ്റ്റിക് എയർപോർട്ട്, വലിയതുറ, അതുപോലെ തന്നെ പൊന്നറപ്പാലം, കല്ലുമൂട്, അനന്തപുരി ഹോസ്പിറ്റൽ, ഈഞ്ചക്കൽ, മിത്രാനന്തപുരം, SP ഫോർട്ട്, ശ്രീകണ്ഠേശ്വരം പാർക്ക്, തകരപ്പറമ്പ് മേൽപ്പാലം, പവർ ഹൗസ് ജംഗ്ഷൻ വരെയുള്ള റോഡിലും ചാക്ക, അനന്തപുരി ഹോസ്പിറ്റൽ റോഡിന്റെയും ഇരുവശങ്ങളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുവാദം ഇല്ല. ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ള റോഡുകളിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളെ റിക്കവറി വാഹനം ഉപയോഗിച്ച് നീക്കം ചെയ്യുന്നതുൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. VVIP റൂട്ട് സമയത്ത് പ്രധാന റോഡിൽ വന്ന് ചേരുന്ന ഇടറോഡുകളിലെ വാഹന ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തും. രാവിലെ 10 മണി മുതൽ 11 മണി വരെ, ഉച്ചയ്ക്ക് 12 മുതൽ 1 മണി വരെയും ഗതാഗതം വഴിതിരിച്ചുവിടും. ഡൊമസ്റ്റിക് എയർപോർട്ട് ഭാഗത്ത് നിന്നും ശംഖുമുഖം വഴി പോകുന്ന വാഹനങ്ങൾ വലിയതുറ, പൊന്നറപ്പാലം, കല്ലുമൂട് ഭാഗം വഴിയും, വെട്ടുകാട്, വേടി ഭാഗങ്ങളിൽ നിന്നും ഓൾ സെയിൻസ് വഴി പോകുന്ന വാഹനങ്ങൾ മാധവപുരം, വെൺപാലവട്ടം വഴിയും പോകണം. കഴക്കൂട്ടം ഭാഗത്ത് നിന്നും ചാക്ക വഴി തിരുവനന്തപുരം സിറ്റിയിലേക്ക് പോകുന്ന വാഹനങ്ങൾ വെൺപാലവട്ടം, കുമാരപുരം, പട്ടം, കവടിയാർ വഴി പോകേണ്ടതുമാണ്. അതേസമയം 2020 NDAയിലേക്ക് എത്തുന്നുവെന്ന പ്രഖ്യാപനം വന്നതിന് പിന്നാലെ അണിയറ നീക്കങ്ങളുടെ കൂടുതൽ വിവരങ്ങളും പുറത്ത്. BJP മുന്നണിയിലേക്ക് 2020യെ എത്തിക്കാനുള്ള നിർണായക നീക്കം നടത്തിയത് ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. തിരുവനന്തപുരം നഗരസഭയിലെ ചരിത്ര വിജയം ആഘോഷിക്കാൻ ഷാ അടുത്തിടെ കേരളത്തിലെത്തിയപ്പോൾ സാബു ജേക്കബുമായി നിർണായക കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും സാബു ജേക്കബുമായി നിരന്തരം ചർച്ച നടത്തിയിരുന്നു. ഒടുവിൽ ഇന്നലെ കൊച്ചിയിൽ ഇരുവരും തമ്മിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അന്തിമ തീരുമാനം ഉണ്ടായത്. ഇതിന് പിന്നാലെ രാജീവ് ചന്ദ്രശേഖറിനൊപ്പം വാർത്താ സമ്മേളനത്തിലെത്തിയാണ് NDA മുന്നണിയിലെത്തുമെന്ന് സാബു ജേക്കബ് വ്യക്തമാക്കിയത്. തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി എത്തുമ്പോൾ വേദിയിൽ സാബു ജേക്കബും ഉണ്ടാകും. മോദിയുടെ സാന്നിധ്യത്തിലാകും 2020 ഔദ്യോഗികമായി NDA മുന്നണിയുടെ ഭാഗമാകുക. കിഴക്കമ്പലം ആസ്ഥാനമായുള്ള 2020 പാർട്ടി NDAയുടെ ഭാഗമാകുന്നത് എറണാകുളത്ത് BJPക്ക് ഗുണം ചെയ്യുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. നിലവിൽ എറണാകുളം ജില്ലയിലെ 4 പഞ്ചായത്തുകൾ ആണ് 2020 ഭരിക്കുന്നത്. കിഴക്കമ്പലം, പൂതൃക, അതുപോലെ തന്നെ ഐക്യർനാട്, തിരുവാണിയൂർ പഞ്ചായത്തുകളിലാണ് 2020 ഭരണം നടത്തുന്നത്.
കഴിഞ്ഞ തവണ ഭരണമുണ്ടായിരുന്ന 2 പഞ്ചായത്തുകൾ ഇക്കുറി നഷ്ടമായിരുന്നു. കുന്നത്തൂർനാട്, മഴുവന്നൂർ പഞ്ചായത്തുകൾ ഇത്തവണ UDF പിടിച്ചെടുത്തത് 2020ക്ക് വലിയ ക്ഷീണമായിരുന്നു. 2020യെ അപേക്ഷിച്ച് 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2020ക്ക് വലിയ നഷ്ടമുണ്ടായിരുന്നു. കുന്നത്തുനാട്ടിലടക്കം ചില പഞ്ചായത്തുകളിൽ UDFും LDFും 2020ക്കെതിരെ ഒന്നിച്ച് മത്സരിച്ചിരുന്നു. ഈ നീക്കത്തെ പ്രതിരോധിക്കാനാണ് BJP പാളയത്തിലേക്ക് പാർട്ടി എത്തുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. BJP ആകട്ടെ കേരളത്തിൽ ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ലക്ഷ്യമിട്ടുള്ള നീക്കത്തിലുമാണ്. BJPക്കൊപ്പം നിന്നുള്ള പരീക്ഷണം പാളിയാൽ 2020 എന്ന രാഷ്ട്രീയ പാർട്ടി തന്നെ അപ്രസക്തമാകും. എറണാകുളം ജില്ലയിലെ 4 പഞ്ചായത്തുകളിൽ മാത്രം ഭരണമുള്ള ഒരു ചെറിയ പാർട്ടി മാത്രമാണ് സാബു ജേക്കബിന്റെ 2020. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ അപ്രതീക്ഷിത തിരിച്ചടിയോടുകൂടിയാണ് BJP മുന്നണിയുടെ ഭാഗമാക്കുക മാത്രമായിരുന്നു സാബുവിന് മുന്നിലുള്ള ഏക സാധ്യത. സ്വന്തം പാർട്ടിയുടെ രാഷ്ട്രീയ നിലനിൽപ്പിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളത്തെ ഏതെങ്കിലും മണ്ഡലത്തിൽ മത്സരിക്കുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. തലസ്ഥാന നഗര വികസന പദ്ധതിയുടെ പ്രഖ്യാപനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തുമ്പോൾ BJP ഭരണം പിടിച്ച തിരുവനന്തപുരത്തിന്റെ ബ്ലൂ പ്രിന്റ് വഴി മിഷൻ കേരളമാണ് ലക്ഷ്യം. മാത്രമല്ല, ആദ്യമായി കേരളത്തിൽ BJPയുടെ ഒരു മേയർ ആദ്യമായി അങ്ങനെ കേരളത്തിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാനായി വിമാനത്താവളത്തിലെത്തുകയാണ്. മുൻ മേയർ കൂടിയായ ആര്യ രാജേന്ദ്രൻ കുത്തി പറഞ്ഞിരുന്നു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമ്പോൾ BJPയുടെ ഒരു മേയർ അവിടെ ഉണ്ടാകും സ്വീകരിക്കാനെന്ന് പറയുന്നു. BJPയൊക്കെ എന്നിനി ജയിച്ചു കയറാനാണ്, അതൊക്കെ അവരുടെ വ്യാമോഹമല്ലേ എന്ന് പറഞ്ഞിരുന്നു. അതേ ആരുടെ മുന്നിലിട്ട് തന്നെയാണ് ഇപ്പോൾ ഇതാ ഈ കാഴ്ച നിങ്ങൾ കാണുക എന്ന് ഉറക്കെ അവർ പ്രഖ്യാപിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം നേടിയാൽ 45 ദിവസം എണ്ണിക്കൊണ്ട് 45 ദിവസത്തിനുള്ളിൽ വരുമെന്ന് പറഞ്ഞാൽ വന്നിരിക്കും. ഭരണം പിടിച്ചതിന് പിന്നാലെ വാക്ക് പാലിച്ചെത്തുന്ന മോദിയുടെ വമ്പൻ പ്രഖ്യാപനങ്ങൾ തലസ്ഥാനത്തുണ്ടായേക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. വികസിത തിരുവനന്തപുരത്തിന്റെ ബ്ലൂ പ്രിന്റ് പ്രധാനമന്ത്രി പുറത്തിറക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധയോടുകൂടി കേരളം അത് കേൾക്കും. വരാൻ പോകുന്ന മറ്റ് സംസ്ഥാനങ്ങളിലും കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ ഇതൊരു തുടക്കമായിരിക്കും. കേരളത്തിൽ നിന്നുള്ള അമൃത് ഭാരത് റെയിൽ സർവീസ് അന്നേ ദിവസം പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. തലസ്ഥാനത്ത് പുതിയ കേന്ദ്ര പദ്ധതികൾ, സ്മാർട്ട് സിറ്റിയുടെ അടുത്ത ഘട്ടം, മാലിന്യ സംസ്കരണത്തിനുള്ള ബൃഹത് സംരംഭം, വിഴിഞ്ഞം തുറമുഖം കണക്ട് ചെയ്തുള്ള വികസന കോറിഡോർ അടക്കം പ്ലാനിലുണ്ടെന്നാണ് സൂചന. ഇന്ന് പുത്തരിക്കണ്ട മൈതാനത്താണ് പരിപാടി. ആദ്യം അമൃത് ഭാരത് സർവീസുകൾ ഉൾപ്പെടെ 4 പുതിയ ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ്, പിന്നാലെ BJPയുടെ പൊതുസമ്മേളനം വമ്പൻ വിജയമാകുമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ് പറയുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയികളെ മോദി അഭിസംബോധന ചെയ്യും. പ്രധാനമന്ത്രിക്ക് മുമ്പേ എത്തിയ അമിത്ഷാ സംസ്ഥാന BJPക്ക് മുന്നിൽ വെച്ചത് മിഷൻ 2026 പ്രധാനമന്ത്രി കൂടിയെത്തുന്നതോടെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ BJP സജീവമാക്കും. സ്വാമിയെ ശരണമയ്യപ്പ എന്ന ശരണം വിളിച്ചുകൊണ്ട് തന്നെയായിരിക്കും പ്രധാനമന്ത്രിയുടെ പ്രസംഗം ആരംഭിക്കുന്നത്.